ഹലോ, ഇന്ന് വന്നിട്ടുള്ളതൊരു പാസ്ത റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പാസ്ത. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പാസ്ത ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് മക്കളെ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു കിടിലൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെള്ളം വെച്ചിട്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലോട്ട് ലേശം ഉപ്പും ഇട്ടെടുത്തിട്ട് പിന്നെ അതിലോട്ട് മക്രോണി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ മക്രോണി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതൊരു വേറെ പാത്രത്തിലേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ പറയുന്നത് ഇതിൽ സ്പെഷ്യലാക്കണ ഈ സോസ് തന്നെയാണ് കേട്ടോ. ഈ സോസാണ് അതിൻ്റെ മുന്നിട്ട് നിൽക്കുന്നത്. അതിനായിട്ട് ഞാനിതാ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ അതിലോട്ട് വെളുത്തുള്ളി ചേർത്തത് ചെറുതാക്കി അരിഞ്ഞുണ്ടല്ലോ അതും കൂടി ചേർത്തോട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മതിയാവും, അതാണ് അതിൻ്റെ ഒരു പാകത കേട്ടോ. അപ്പോൾ ഞാനിതാ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചായിട്ട് ഇതിങ്ങനെ കട്ട കുത്തി വരും കേട്ടോ, എന്നാലും പ്രശ്നമില്ല, അത് കുറച്ച് കഴിയുമ്പോഴത്തേനും അത് ശരിയായി വരും. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. പാല് നന്നായിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ കട്ടായിട്ട് വരും. പിന്നെ നമുക്കത് കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മളെ സോസിൻ്റെ ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കസൂരി മേത്തി, കുരുമുളക്, ചില്ലി ഫ്ലേക്സ് നിങ്ങൾ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ എരിവ് കുറച്ച് കാണും ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ചായിട്ടേ പൊടികളൊക്കെ ഇട്ടെടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതാ എല്ലാതും പൊടികളൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ അധികം ചീസ് ചേർത്തിട്ടുണ്ട്. മക്കൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലിട്ട് നല്ല ചീസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസ്. അപ്പോൾ ചീസ് ഇഷ്ടപ്പെടുന്ന മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഈ വൈറ്റ് സോസ് പാസ്ത. അങ്ങനെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ പാകത്തിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ചീസിൽ നല്ല ഉപ്പുള്ളതാണ്, എന്നാലും ഇതിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഈ മക്രോണി ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചായിട്ടാണ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊരു വേറെ സൈഡിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ വെച്ചിട്ടാണല്ലോ നമ്മളെ പാസ്ത തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ഇവിടെ റെഡി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിൽ മെയിൻ അറിയുന്നത് ബട്ടറാണ്. ഈ ബട്ടറാണ് മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ ബട്ടറും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഉള്ളി വാട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സവാള ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ലേശം കുരുമുളക് ഇട്ടെടുത്തിട്ടുണ്ട്, ചില്ലി ഫ്ലേക്സ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കസൂരി മേത്തിയും അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെ ഓപ്ഷനല്ല കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇവിടെ എല്ലില്ലാത്ത ചിക്കൻ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ ചിക്കന്. അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചിക്കനും കൂടി ചേർത്തിട്ട് അതിലോട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഇതുണ്ടല്ലോ മക്രോണി സോസും ഇതൊക്കെ ഇട്ടിട്ടുള്ള, അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ പിന്നെ ഇതിലോട്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തതിന് കേട്ടോ. കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ടതിന്. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ചും കൂടെ പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടതിന്. ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാസ്തൻ്റെ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചിക്കൻ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കും. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ഓക്കെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.